ഹായ് ഗൈസ്, നീണ്ട ഇടവേളയ്ക്ക് ശേഷം വീണ്ടും കൊല്ലം സുധിയുടെ വീടിനെ കുറിച്ചുള്ള ചർച്ചകളും വീണ്ടും സോഷ്യൽ മീഡിയയിൽ സജീവമായി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളിത് എന്ന് വിട്ട കാര്യമാണ്. പേഴ്സണലി ഞാൻ എന്റെ ലൈഫിലെടുത്ത ഏറ്റവും വലിയൊരു മണ്ടൻ തീരുമാനമായിരുന്നു ആ കുടുംബത്തിനൊരു വീട് നിർമ്മിച്ചു നൽകുക എന്നുള്ളത്. അതിൽ ഞാനിപ്പോൾ റിഗ്രറ്റ് ചെയ്യുന്നു. മുൻപ് ഞാൻ റിഗ്രറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷെ ഒന്നുകൂടെ ഇപ്പോഴും റിഗ്രറ്റ് ചെയ്യുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് പഴയ വിവാദങ്ങൾക്ക് ശേഷം രേണുവിന്റെ കാര്യത്തിലും അതേപോലെ ഞങ്ങളുടെ കാര്യത്തിലും എന്ത് സംഭവിച്ചു എന്നുള്ളത് പലർക്കും, ഞങ്ങളുടെ കാര്യത്തിൽ എന്ത് സംഭവിച്ചു എന്നുള്ളത് പലർക്കും അറിയില്ല. രേണുവിന്റെ കാര്യത്തിൽ ഓഫ് കോഴ്സ് രേണു ഒരുപാട് സീരിയലുകൾ, അതേപോലെ ബിഗ് ബോസ്, ഒരുപാട് ഷോസ് അല്ലെങ്കിൽ ഉദ്ഘാടനങ്ങളൊക്കെ ആയിട്ട് രേണു വളരെയധികം ആക്റ്റീവായിട്ട് സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്നുണ്ട്. ലൈഫിലും അവര് ഒരുപാട് പോസിറ്റീവായിട്ട് ഒരുപാട് കാര്യങ്ങൾ. പക്ഷെ അതിന്റെ അപ്പുറത്തേക്ക് അവർക്ക് വീടുണ്ടാക്കി കൊടുത്തതിന്റെ പേരിൽ സോഷ്യൽ മീഡിയ വഴിയും മറ്റുള്ള ആൾക്കാർ വഴിയും ഒരുപാട് ചീത്തപ്പേരുകളും ഒരുപാട് ഹരാസ്മെന്റും ഒരുപാട് തെറികളൊക്കെ കേട്ട കുറച്ച് ആൾക്കാരും അല്ലെങ്കിൽ അതിന് നേതൃത്വം നൽകിയ ഒരു പേഴ്സൺ എന്ന രീതിയിൽ ഞാനും ഇപ്പുറത്ത് നിൽക്കുന്നുണ്ട്. ഞങ്ങൾക്ക് എന്ത് പറ്റി? എല്ലാവരും അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമായിരിക്കും ഞങ്ങൾക്ക് എന്ത് പറ്റി എന്നുള്ളത്. പേഴ്സണലി ഞാൻ കുറച്ച് അറിയപ്പെടുന്ന ഒരു പേഴ്സണായി, ഒരു 10 ആളെങ്കിലും അറിയപ്പെടുന്ന ഒരു പേഴ്സണായി. അത് ലൈക്ക് അന്ന് കുറച്ച് സോഷ്യൽ മീഡിയ ഇന്റർവ്യൂസും മറ്റുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തോണ്ട് മാത്രം. പക്ഷെ അതിനപ്പുറം എന്ത് സംഭവിച്ചു ഞങ്ങളുടെ ഗ്രൂപ്പിന്, അല്ലെങ്കിൽ ആ വീടുമായിട്ട് സഹകരിച്ചവർക്ക്, അല്ലെങ്കിൽ ആ ഗ്രൂപ്പിൽ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളത് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ എങ്കിൽ ഞാൻ പറയാം. ശത്രുക്കൾക്കോ അല്ലെങ്കിൽ ശത്രുക്കൾക്ക് ഇത് കേട്ട് സന്തോഷിക്കാം, മിത്രങ്ങൾക്ക് ഇത് കേട്ട് ഒരു പക്ഷേ സഹതപിക്കാം. അതിനുശേഷം ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങൾക്ക് ബിസിനസ് വളരെയധികം ഡള്ളായി. വളരെയധികം നല്ലൊരു ചീത്തപ്പേര് രേണു അല്ലെങ്കിൽ രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ ഞങ്ങൾക്ക് ചാർജ് തന്നു. ഞങ്ങൾ ഉണ്ടാക്കുന്ന വീടുകളും അല്ലെങ്കിൽ ഞങ്ങൾ കൊടുക്കുന്ന മെറ്റീരിയൽസും അല്ലെങ്കിൽ ഞങ്ങൾ ചെയ്യുന്ന എല്ലാം ക്വാളിറ്റി ഇല്ലാത്തതാണ് എന്നുള്ളൊരു ഭയം ജനമനസ്സുകളിൽ സോഷ്യൽ മീഡിയ വഴി നിറയ്ക്കാൻ രേണുവിനും രേണുവിന്റെ സുഹൃത്തുക്കൾക്കും സാധിച്ചു. അതില് അവർ വിജയിച്ചു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോ അന്ന് ഞങ്ങളുടെ ഗ്രൂപ്പില് വർക്കൊക്കെ എല്ലാവർക്കും നല്ല രീതിയിൽ കിട്ടിയിരുന്നു. ഇപ്പൊ വർക്കൊക്കെ വളരെ കുറവാണ്. അപ്പൊ എനിക്ക് നിങ്ങളോട് എല്ലാവരോടും പറയണമെന്ന് വെച്ചാൽ രേണുവിനെയും രേണുവിന്റെയും കുടുംബത്തിന്റെയും സഹായിച്ചു എന്നതിന്റെ പേരിൽ ഒരിക്കലും നിങ്ങൾ ഒരുപാട് ആൾക്കാരെ പട്ടിണിക്കിടാൻ പാടില്ല. അതിനകത്ത് ഒരുപാട് ആൾക്കാരെ പട്ടിണിക്കിടുക എന്ന് പറഞ്ഞാൽ ഞങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിട്ടില്ല, ഞങ്ങൾക്ക് കിട്ടുന്ന വർക്കിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഞങ്ങളെ കൂടെ നിൽക്കുന്ന ഒരുപാട് തൊഴിലാളികളും അവരുടെ കുടുംബങ്ങളുണ്ട്. അവർക്കൊക്കെ ഇത് ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് വർക്ക് കിട്ടിക്കഴിഞ്ഞാൽ തന്നെയാണ് നമ്മുടെ കൂടെയുള്ള ആൾക്കാർക്കും നമുക്ക് ജോലി കൊടുക്കാൻ സാധിക്കും. അപ്പോ ഒരുപാട് ആൾക്കാര് ഇതിന്റെ പേരിൽ ബുദ്ധിമുട്ടുന്നുണ്ട്. നമ്മള് ഒരു വീടുണ്ടാക്കി കൊടുത്തു. ആ വീടുണ്ടാക്കുന്നതിനെ കുറിച്ച് ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് സാമ്പത്തിക പ്രയാസങ്ങൾ ഞങ്ങൾ നേരിടേണ്ടി വന്നു. ഞങ്ങൾ ആദ്യം ഇങ്ങനെ ഒന്നും ഉണ്ടാവുന്ന കരുതിയല്ല ഇതിനകത്ത് നിന്നത്. പക്ഷേ സുരാജ് വെഞ്ഞാറമ്മൂട്, അതേപോലെ സുരേഷ് ഗോപി, അതേപോലെ ഫ്ലവേഴ്സ്, ഇവരൊക്കെയാണ് വീടുണ്ടാക്കി കൊടുക്കുന്നത്, ഇവർ വീടുണ്ടാക്കി കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് സ്വാഭാവികമായിട്ടും ഞങ്ങൾക്ക് ആദ്യമായി സ്പോൺസർഷിപ്പ് നൽകിയ പലരും പിന്മാറുന്നുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങളൊരു സാമ്പത്തിക പ്രശ്നത്തിലേക്ക് പോയതും പല സമയങ്ങളിലും പല വിട്ടുവീഴ്ചകളും ഞങ്ങൾക്ക് ചെയ്യേണ്ടി വന്നതും. അതിൽ ഏറ്റവും വലിയ ഒരു വിട്ടുവീഴ്ചയായിരുന്നു, ഒരു വിട്ടുവീഴ്ച ചെയ്തിട്ടുള്ളൂ. ഏറ്റവും വലിയ വിട്ടുവീഴ്ചയായിരുന്നു പുറത്തെ പ്ലാസ്റ്ററിങ്. ഞങ്ങൾക്ക് ഉള്ളിൽ ജിപ്സം പ്ലാസ്റ്ററിങ് ചെയ്തെന്ന വ്യക്തിയോട് തന്നെ ഞങ്ങൾ പറയായിരുന്നു പുറത്തും എങ്ങനെയും ജിപ്സം പ്ലാസ്റ്ററിങ് ചെയ്യുക, എന്നിട്ട് നമുക്കത് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാമെന്ന് പറയായിരുന്നു. പക്ഷെ ഇത്രയും വലിയൊരു ഇഷ്യൂ ആവുമെന്നോ അല്ലെങ്കിൽ ജിപ്സം പ്ലാസ്റ്ററിങ്ങിന്റെ അടർന്നുപോയത് വലിയ പ്രശ്നങ്ങളാക്കി എടുക്കും, അല്ലെങ്കിൽ അവരത് ഇങ്ങനെ റിയാക്ട് ചെയ്യുമെന്നൊന്നും ഞങ്ങൾ വിചാരിച്ചില്ല. സ്വാഭാവികമായിട്ടും ഞങ്ങൾ കരുതിയെന്ന് വെച്ച് കഴിഞ്ഞാല് ഉള്ളില് ചോർച്ചയില്ലാതെ അല്ലെങ്കിൽ എന്താ പറയാ അടച്ചുറപ്പുള്ളൊരു വീട് ഉള്ളില് ആണല്ലോ മെയിനായിട്ട്. പുറത്തെ ബാഹ്യ ഭംഗിയേക്കാളും കൂടുതൽ ഉള്ളിലാണല്ലോ വേണ്ടത് കാര്യമായിട്ടുള്ള ഇത്. അവിടെ വീടിനൊരു ക്രാക്കോ അല്ലെങ്കിൽ കോൺക്രീറ്റിന് എന്തെങ്കിലും പ്രശ്നങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ള തറയ്ക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളോ ഒന്നും വന്നിട്ടില്ല. അതിന്റെ സ്ട്രക്ചറൊക്കെ വളരെ സ്ട്രോങ് ആണ്. പുറത്തുള്ള ജിപ്സം പ്ലാസ്റ്ററിങ് ചില സ്ഥലങ്ങളിൽ പ്രശ്നം ഉണ്ടാക്കിയെന്നല്ലാതെ അവിടെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഒരുപാട് ഞങ്ങൾ ഉപദ്രവിച്ചു. രേണുവിന്റെ ഫാദർ, ഇവരെല്ലാരും കൂടെ. അപ്പൊ നിങ്ങൾ ചിലപ്പോ ചിലര്
രേവണനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവും. നിങ്ങളും ഒരുപാട് ഉപദ്രവിച്ചില്ല, ഞങ്ങളൊന്നും ഉപദ്രവിച്ചിട്ടില്ല കേട്ടോ. ഞാൻ എന്റെ ഒരു വീഡിയോയിലോ അല്ലെങ്കിൽ ഒരു കമന്റിലോ ഒന്നും മോശമായിട്ട് അവരെ എവിടെ ഞാൻ പറഞ്ഞിട്ടില്ല. അത് കുറച്ച് യൂട്യൂബേഴ്സ്, ചില യൂട്യൂബേഴ്സ്, ചില ഓൺലൈൻ മാധ്യമങ്ങളൊക്കെ ആണ് കൂടുതലും അവർക്കെതിരെ ഈ പ്രശ്നങ്ങളൊക്കെ നമ്മുടെ വാക്കുകളും അല്ലെങ്കിൽ നമ്മുടെ വീഡിയോസൊക്കെ പല രീതിയിൽ കട്ട് ചെയ്തെടുത്തും എഡിറ്റ് ചെയ്തെടുത്തും അവർക്കെതിരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്. നമ്മൾ മോശമായിട്ടൊന്നും ഒന്നും പറഞ്ഞിട്ടില്ല അവരെ എവിടെയും. പക്ഷെ അവര് അത് റിയാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഉണ്ടാക്കി കൊടുത്ത വീടിനെ അവര് ചൂസ് ചെയ്തു. അതിന്റെ പേരിൽ ഞങ്ങളെ കൂടെ ഉണ്ടായിരുന്ന ഒരുപാട് ആൾക്കാർക്ക് ജോലിയില്ലാത്തൊരവസ്ഥയിലാണ് കടന്നു പോകുന്നത്. ഞങ്ങളെ ഗ്രൂപ്പ് വഴി ഞങ്ങൾ ഉണ്ടാക്കി കൊടുത്ത ഒരു വീടിനും ഒരു കംപ്ലൈന്റ് ഇതുവരെ വന്നിട്ടില്ല. അല്ലെങ്കിൽ എന്തിനും പല രീതിയിൽ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവരെല്ലാരും കസ്റ്റമേഴ്സ് എല്ലാം ഹാപ്പിയാണ്. പക്ഷെ എങ്കിൽ പുതിയ കസ്റ്റമേഴ്സോ അല്ലെങ്കിൽ പുതിയ ആൾക്കാരോ ഞങ്ങളെ തേടി വരുന്നില്ല എന്നുള്ളതാണ് ഒരു സത്യം. അപ്പൊ എനിക്ക് സമൂഹ മാധ്യമത്തിലൂടെ നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത് വെച്ചാൽ, ഒരിക്കലും ഒരു കുടുംബത്തെ സഹായിച്ചു അല്ലെങ്കിൽ അച്ഛൻ മരിച്ചുപോയ 2 കുട്ടികൾക്ക് വീടുണ്ടാക്കാൻ ഇറങ്ങിയതിന്റെ പേരിൽ ബുദ്ധിമുട്ടുന്ന കുറച്ച് ആൾക്കാരാണ് ഞങ്ങളിപ്പോ. നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം. കേരള ഹോം ഡിസൈൻ KHDC എന്ന് പറഞ്ഞിട്ട് ഞങ്ങളൊരു ഫേസ്ബുക്ക് ഗ്രൂപ്പ് ഉണ്ട്. അതുവഴി ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ള ആൾക്കാർക്ക് നിങ്ങൾ ജോലി കൊടുക്കണം. ആ ഗ്രൂപ്പ് കൊണ്ട് മാത്രം ജീവിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. അവരെ നിങ്ങൾ കൈവടിയരുത്. ദയവുചെയ്ത് ഒരവസരം അവർക്കെല്ലാവർക്കും കൊടുക്കണം. അവരിലെ പല ആൾക്കാരും ജോലിയില്ലാതെ വളരെ ബുദ്ധിമുട്ടിലാണ്. ഗ്രൂപ്പും വളരെയധികം റീച്ചൊക്കെ കുറഞ്ഞ വലിയ പ്രശ്നത്തിലാണ് നിൽക്കുന്നത് ഈ ഒരു വിഷയത്തിന്റെ കാര്യത്തിൽ. ഞാനിത് തുറന്നു പറയുന്നതുകൊണ്ട് സന്തോഷിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. ഓക്കെ, അവർ തകർന്നു പോയല്ലോ എന്ന് സന്തോഷിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും. അയ്യോ, ഒരു കുടുംബത്തിന് സഹായിച്ചതിന്റെ പേരിൽ അവർക്ക് ഇങ്ങനെ പറ്റിയോ എന്ന് സഹതപിക്കുന്ന ആൾക്കാരുണ്ടാവും. എല്ലാം എനിക്കറിയാം. പക്ഷെ തുറന്നു പറയാതിരിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ്. തുറന്നു പറഞ്ഞേ തീരൂ. പിന്നെ അതിലെല്ലാം ഉപരി നമ്മുടെ വീട് പണിയുടെ ബന്ധപ്പെട്ടിട്ട് കുറെ ഫിലിം ഫീൽഡിൽ കുറെ ആൾക്കാരുണ്ടായിരുന്നു. അവര് ചിലരൊക്കെ വിളിക്കാറുണ്ട്, എപ്പോഴും സംസാരിക്കാറുണ്ട്. ഇന്നലെ ഒരാളായിട്ട് സംസാരിച്ചിരുന്നു. പുള്ളി എന്റെ അടുത്ത് പറഞ്ഞു, ഫിറോസ് കുറെ ആയി നിന്നെ വിളിക്കാതിരിക്കാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാല്, വിളിച്ചിട്ട് എന്താ നിന്റെ അടുത്ത് പറയാ, എനിക്കറിയാം നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടും ഒരുപാട് വിഷമങ്ങളൊക്കെ നിന്റെ പേരിൽ വന്നിട്ടുണ്ടായിരിക്കും എന്നുള്ളത്. അപ്പോ എന്തായാലും ഇതെല്ലാം കാണുന്ന ഒരാളുണ്ട്, ദൈവം. അദ്ദേഹം നിങ്ങളെ കൈവടിയില്ല എന്നാണ് ഈ പറയുന്ന ചേട്ടൻ എന്റെ അടുത്ത് പറഞ്ഞത്. തീർച്ചയായിട്ടും ആ ഒരു ദൈവത്തെ വിശ്വസിച്ചിട്ട് തന്നെയാണ് നമ്മൾ ഇവരെ സഹായിക്കാൻ പോയതും എല്ലാത്തിനും മുന്നിൽ നിന്നത്. അത് തിരിച്ചു വലിയൊരു ഭാരയായി. അത് കഴിഞ്ഞു എന്നാണ് ഞങ്ങൾ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ വീണ്ടും ശാരിക എന്ന് പറയുന്ന മാഡം വീണ്ടും അത് വിവാദമാക്കിയിട്ടുണ്ട്. ദയവേത് ഇനിയെങ്കിലും ഞങ്ങളെ വെറുതെ വിടുക. ഞങ്ങളൊരു തെറ്റ് ചെയ്തു, അവർക്ക് വീടുണ്ടാക്കി കൊടുത്തു എന്നുള്ളത് ഞങ്ങളത് അംഗീകരിക്കുന്നു. അതോടുകൂടെ ഞങ്ങൾ ആ പരിപാടിയും അവസാനിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എങ്കിൽ കൂടെ നമ്മുടെ ഉള്ളിലെ നന്മ വീണ്ടും നമ്മളെ കൊണ്ട് ഓരോന്ന് ചെയ്യിപ്പിക്കുന്നുണ്ട്. ഒരു വീട് വളരെ അർഹരായ ഒരാൾക്ക് കൊണ്ട് ഉണ്ടാക്കി കൊടുക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അതിനുള്ള ഓട്ടപ്പാച്ചിലിനിടെയാണ് വീണ്ടും പുതിയ വിവാദങ്ങൾ കയറി വരുന്നത് കണ്ടത്. വീണ്ടും അത് കൂടുതലുള്ള ആൾക്കാർ ഒരുപാട് തളർത്തുന്നുണ്ട്. അവർ ഇനിയും ഈ ഒരു വിവാദത്തിലേക്ക് നമ്മൾ പോകണം, ഇനി ഒരു വീടുണ്ടാക്കി കൊടുക്കണമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ ആർക്കെങ്കിലും കിട്ടുന്ന സഹായം നിങ്ങളായിട്ട് ഇനിയും ഇല്ലാതാക്കരുത്. രേണു, നിങ്ങളെ വീടിന്റെ പ്ലാസ്റ്ററിങ് ഞങ്ങൾക്ക് ഫണ്ട് കിട്ടി കഴിഞ്ഞാൽ ഞങ്ങൾ ഫ്രീ ആയിട്ട് വേണമെങ്കിൽ ചെയ്തുതരാം. തീർച്ചയായിട്ടും ഞങ്ങൾ ചെയ്തുതരാം. അല്ലെങ്കിൽ നിങ്ങളെല്ലാം സാമ്പത്തികമായിട്ട് നിങ്ങൾക്ക് ഫിനാൻഷ്യലി നിങ്ങൾ സ്റ്റേബിൾ ആയി കഴിഞ്ഞാൽ മെറ്റീരിയലൊക്കെ ഞങ്ങൾ വാങ്ങിച്ചു കൊടുത്തോളാം. ലേബർ മാത്രം നിങ്ങൾ കൊടുത്താൽ മതി. അത് കംപ്ലീറ്റ് ഞങ്ങൾ റീപ്ലാസ്റ്ററിങ് ചെയ്തു തരാം. ഇതിലപ്പുറമൊന്നും നിങ്ങളോട് ഞങ്ങൾക്ക് പറയാൻ കഴിയില്ല. ദയവേത് ഞങ്ങളെ ഒഴിവാക്കുക, ഞങ്ങളെ ഉപദ്രവിക്കരുത്. നിങ്ങളെ സഹായിച്ചതിന്റെ പേരിൽ സഹായിച്ചവരുടെ കുടുംബത്തിന് നിങ്ങൾ പട്ടിണിക്കിടരുത്. ദൈവം ഒരിക്കലും ഇത് പൊറുക്കില്ല. അറ്റ്ലീസ്റ്റ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നിങ്ങൾ ആ ഒരു വീട്ടിൽ കയറി താമസിച്ചതിനല്ലേ ഇത്രയും ഐശ്വര്യങ്ങൾ നിങ്ങൾക്ക് വന്നത്. അപ്പൊ ആ വീട് നിങ്ങൾക്ക് ഒരുപാട് ഐശ്വര്യങ്ങൾ കൊണ്ടുവന്നിട്ടില്ലേ. ഈവൻ അന്നൊരു വാസ്തു നോക്കുന്ന ഒരാളുണ്ടായിരുന്നു, ഹരിനാരായണ അങ്ങനത്തെ പറഞ്ഞിട്ട്, പുള്ളി പോലും അദ്ദേഹത്തിന് ആ പ്ലാന് മറ്റുള്ള കണ്ടിട്ട് നല്ല അടിപൊളി പ്ലാനാണ്, വാസ്തുപരമായിട്ട് നല്ല ഐശ്വര്യമുള്ള വീടാണെന്നൊക്കെ പറഞ്ഞു. അത് കേട്ടപ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമായി. നിങ്ങൾക്ക് മോശം വരണമെന്ന് കരുതിയിട്ട് ഞങ്ങൾ ഉണ്ടാക്കി തന്ന വീടല്ലാതെ ഞങ്ങൾ ഉണ്ടാക്കിയ പോലെ തന്നെ നിങ്ങൾക്ക് നന്മകൾ മാത്രമേ വന്നിട്ടുള്ളൂ ആ വീടുണ്ടാക്കിയതിനു ശേഷം. അപ്പൊ ഇനിയെങ്കിലും ഇതെല്ലാം കൺസിഡർ ചെയ്തിട്ട് ഞങ്ങളെ വെറുതെ വിടുക.